നമസ്കാരം. ഒരു വിഷു കൈനീട്ടത്തിന്റെ കഥയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അതായത് ഒരു അനാഥത്വം അനുഭവിക്കുന്ന ഒരു കുടുംബം, പിന്താങ്ങാൻ മറ്റാരുമില്ല, അമ്മയും മകളുമാണ്. അവർക്ക് വിഷു കൈനീട്ടമായി ഒരു വീട് കിട്ടി. അതെങ്ങനെയാണെന്നല്ലേ അത് പറയാം. അതിനു മുമ്പ് ഒരു അനുഭവം കൂടി പറയാം. എനിക്ക് കുറച്ചു നാളായി പരിചയമുള്ള ഒരു സ്വാമിയുണ്ട്. പരിചയപ്പെട്ടതാണ്. ആ സ്വാമി ഒരുപാട് നാളായി എന്നോട് പറയാറുണ്ടായിരുന്നു, സ്വാമി ഇപ്പോൾ ഉള്ളത് ഒരു വൃദ്ധസദനം പോലെയുള്ള ഓൾഡ് ഏജ് ഹോമിലാണ് ഉള്ളത്. അതുപോലെയുള്ള ഒരു സ്ഥാപനത്തിൽ ഉള്ളപ്പോഴായിരുന്നു ഞാൻ പരിചയപ്പെട്ടത്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, എനിക്ക് ഇവിടെ അത്ര കംഫർട്ടബിൾ ആകുന്നില്ല. തമിഴ്നാട്ടിലായിരുന്നു, മദ്രാസിലായിരുന്നു. അത് എനിക്ക് ഇവിടുത്തെ ആഹാര രീതികൾ പിടിക്കുന്നില്ല. അതുപോലെ ഇവിടുത്തെ ഉള്ളവരുടെ സ്വഭാവ രീതികൾ എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കൂടെ കിടക്കുന്നവരാണെങ്കിൽ ഒരു അബ്നോർമലായ ആളുകളാണ്, അവരുടെ ഇടയിലാണ് എനിക്ക് താമസിക്കേണ്ടി വരുന്നത്. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, ഒന്നുമില്ലാത്തവർക്ക് ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ ധാരാളം ഉണ്ടാകുമല്ലോ. ഇദ്ദേഹത്തിന്, ഈ സ്വാമിക്കും ഉണ്ടായിരുന്നു, മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു അസുഖം വന്നു. അദ്ദേഹം ഡിഗ്രിയൊക്കെ പഠിച്ച വ്യക്തിയാണ്. പഠനം കഴിയുമ്പോഴാണ് ഈ ഒരു അസുഖം വരുന്നത്. ഒരു പാരാലിസിസ് പോലെ വന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായി. നടക്കാൻ പറ്റാതെയായി. വാക്കറിന്റെ സ്വഭാവത്തോടു കൂടിയാണ് നടക്കുന്നത്. അരയ്ക്ക് താഴോട്ട് തളർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സ്വാമിയാണ്. സ്വാമി എന്ന് പറഞ്ഞാൽ ആത്മീയമായി സ്വാമി എന്നല്ല, ആത്മീയത പഠിപ്പിക്കുന്ന സ്വാമിയല്ല, സ്വാമി എന്ന് വിളിക്കാം. ആത്മീയതയുമുണ്ട്. കൗൺസിലിംഗ് ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. കുടുംബങ്ങൾ ശിഥിലമാകുകയാണെങ്കിൽ ആ കുടുംബങ്ങളിൽ സാന്ത്വനമായി എത്താറുണ്ട്. പലരും അദ്ദേഹത്തെ സമീപിക്കാറുണ്ട്. ഓൺലൈനിലൂടെ, ഫോണിലൂടെ ഒക്കെ വിളിക്കാറുണ്ട്. അതിനുള്ള മറുപടികളും സാന്ത്വനങ്ങളും ഒക്കെ അദ്ദേഹം കൊടുക്കാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഈ താമസിക്കാനുള്ള ഈ ബുദ്ധിമുട്ട് കൊണ്ട് എന്നോടും പറഞ്ഞിരുന്നത്, എവിടെയെങ്കിലും ഒന്ന് സൗകര്യം കിട്ടുവാണെങ്കിൽ കേരളത്തിലോ എവിടെയെങ്കിലും, നിങ്ങൾക്ക് ധാരാളം ബന്ധങ്ങളൊക്കെ ഉള്ളതല്ലേ, ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയാവുന്ന പോലെ ഞാൻ ശ്രമിച്ചു നോക്കാം. കാരണം ഞങ്ങളും ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് വഴി സന്മനസ്സുള്ളവരുടെ സഹായം കൊണ്ട് പലരെയും ഞങ്ങളെ സഹായിക്കാറുണ്ട്. ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നവരെ, ഞങ്ങളെ സമീപിക്കുന്നവരെ സഹായിക്കാറുണ്ട്. അതിന്റെ ബേസിൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ കുറെ അനാഥരായ ആളുകളെ ഞങ്ങൾ കണ്ടു. അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ സ്വാമി പറഞ്ഞ ഈ കാര്യം ഞാൻ മനസ്സിൽ വെച്ചിരുന്നു. ഞാൻ കുറെ സ്ഥലങ്ങളിൽ ഞാൻ ചോദിച്ചു. അവർക്കെല്ലാം വേണ്ടത് ഡൊണേഷനാണ്, പണം. ആരെങ്കിലും സ്പോൺസർ ചെയ്യാനുണ്ടോ എങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കാം എന്നായിരുന്നു. അപ്പൊ നമ്മുടെ ഗാന്ധി ഭവൻ പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടേക്കൊക്കെയും എത്തിച്ചേരണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകളാണ്. ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗിന് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ഒരു MBBS അഡ്മിഷൻ കിട്ടുന്നത് പോലെയാണ്. എൻട്രൻസ് ടെസ്റ്റൊക്കെ പാസ്സായി, കീമൊക്കെ എഴുതി, അല്ലെങ്കിൽ നീറ്റ് എഴുതി പാസ്സായി വേണം നമുക്ക് അവിടെ കയറി പറ്റാൻ. നമുക്കല്ല, ഇദ്ദേഹത്തെ പോലുള്ള ഈ വ്യക്തികൾക്ക് അവിടെ കയറി പറ്റാൻ വേണ്ടി. ഇദ്ദേഹത്തിനാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചുണ്ടായി. അദ്ദേഹത്തിന് ഈ അസുഖം വരുമ്പോൾ അതിനെ തുടർന്ന് അദ്ദേഹം പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചു. അദ്ദേഹം ഏകനായി, ഒറ്റയ്ക്കായി, ബന്ധുക്കളാരും ഇല്ലാതെയായി. പിന്നീട് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും കറങ്ങി വന്ന്, ആത്മീയതയിലൂടെയൊക്കെ വന്ന്
ഒരു പ്രായമായപ്പോൾ ഇടുക്കിയിൽ കുറച്ച് സ്ഥലം വാങ്ങി, അതും നഷ്ടപ്പെട്ടു പോയി, പലരും കൈക്കലാക്കി. എന്ത് ചെയ്യാം, വീണ്ടും ഇതുപോലുള്ള അനാഥാലയങ്ങളെ സമീപിച്ചു. അവിടെയൊക്കെ പലയിടത്തും മാറി 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 താമസിച്ചിട്ടും അദ്ദേഹത്തിന് ഒരു കംഫർട്ടബിളായ ഒരു സ്ഥലം കിട്ടുന്നില്ല. കാരണം ഇദ്ദേഹം ചെന്നത് ഒരു സ്പോൺസർഷിപ്പിലല്ല ചെല്ലുന്നത്. ആരെങ്കിലും സുമനസ്സുകൾ ഇതുപോലെയുള്ളവർ അവരോട് പറയുമ്പോൾ അവർ കൊണ്ടുവന്നാക്കുന്നതാണ്. അവർക്കും പരിമിതികളുണ്ട്. സ്പോൺസർ ചെയ്യാൻ ഇതുവരെ ആരും വന്നിട്ടില്ല. സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ ഈ അനാഥാലയങ്ങളെല്ലാം അല്ലെങ്കിൽ വൃദ്ധസദനങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളും. ഇദ്ദേഹത്തിന്റെ പിന്നിൽ ആള് വേണം. ആളില്ലാത്തവർ എന്നും അതുപോലെയാണ്. തഥൈവ. ഞാൻ ഈ പറഞ്ഞു വന്ന കഥ ഇപ്പോൾ അദ്ദേഹം കേരളത്തിലുണ്ട്. എന്നെ കഴിഞ്ഞ ദിവസവും വിളിച്ചിരുന്നു, ഇന്നും വിളിച്ചിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് ദൈവ അനുഗ്രഹം കൊണ്ട് ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്തതല്ല, സുമനസ്സുകൾ ആരോ ചെയ്തതാണ്. എന്നോട് പറഞ്ഞിരുന്നു ഇപ്പോൾ ഞാൻ സേഫായ ഒരു സ്ഥലത്തുണ്ടെന്ന്. സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സഹായിച്ചാൽ കൊള്ളാം. ഇതുപോലെയുള്ള സഹായങ്ങളാണ് മനുഷ്യർക്ക് ഏറ്റവും വലുത്. കാരണം നമ്മളൊരു അമ്പലത്തിൽ കൊണ്ടുപോയി നോട്ടുകെട്ടുകൾ വാരി എറിഞ്ഞിട്ട് കാര്യമില്ല. ഗുരുവായൂരപ്പന് ഹെലികോപ്റ്റർ വാങ്ങിച്ച് കൊടുത്തിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ചാരിറ്റി പ്രവർത്തനം നടത്തിയിട്ട് ഞങ്ങൾ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുന്നതുണ്ട്. അതുപോലെയൊക്കെ ചെയ്തിട്ട് കാര്യമില്ല. വീഡിയോ എടുക്കാൻ വേണ്ടി ചിലർ ചെയ്യാറുണ്ട്, എടുത്ത് ഫേമസ് ആവാൻ വേണ്ടി. അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഈ ചിലരുണ്ട്, ആർക്കും 5 പൈസ കൊടുക്കില്ല. ബിസിനസ്സുകാരാണ്. ബിസിനസ്സിൽ കൊള്ള ലാഭം ഉണ്ടാക്കും. നാട്ടുകാരുടെ ഇരിക്കുന്ന മുഴുവൻ പിടിങ്ങിയെടുക്കും. എന്നിട്ട് വർഷാവർഷം അവർ പോകും. എവിടേക്കാണ്? തീർത്ഥാടനത്തിന് പോകുന്നിടത്ത് ദേവാലയങ്ങളിൽ നോട്ടുകെട്ടുകൾ വാരി എറിയും. കിരീടം വാങ്ങി വയ്ക്കുന്നു, വള കൊണ്ടിടുന്നു, മോതിരം കൊണ്ടിടുന്നു, സ്വർണം വാങ്ങിയിടുന്നു, ഇനി മൊബൈൽ ഫോൺ കൊണ്ടുവന്ന് കാണിക്ക വഞ്ചിയിലിടുന്നു എന്ന് വേണ്ട. ഇല്ലാത്തതെല്ലാം ദൈവങ്ങൾക്ക് കൊടുക്കുന്നു. ദൈവം ആരോടെങ്കിലും ഇതുവരെ പണം ചോദിച്ചിട്ടുണ്ടോ? ദൈവങ്ങൾക്ക് വാരി കോരി കൊടുക്കുകയാണ്. എന്നാൽ കാണപ്പെടുന്ന ദൈവത്തിന് ഇതുവരെ ഒന്നും കൊടുക്കുന്നില്ല. നമ്മുടെ മുമ്പിൽ കാണപ്പെടുന്ന ദൈവങ്ങളാണ് യാചകരും, ഇതുപോലുള്ള നിർധനരും, കഷ്ടപ്പെടുന്നവരും, അതുപോലെയുള്ള ആളുകൾ. കണ്ടെത്തി കൊടുക്കണം. നിരാലംബരായ ആളുകൾ ധാരാളമുണ്ട്. അവരൊക്കെയാണ് നമ്മുടെ മുമ്പിൽ കാണപ്പെടുന്ന ദൈവങ്ങൾ. അല്ലാതെ ബാങ്കിനുള്ളിൽ ഗ്ലാസ് മുട്ടിയിരിക്കുന്നവരോ അല്ലെങ്കിൽ ഒരു ചുറ്റുമതിലിനുള്ളിൽ ഇരിക്കുന്നവരോ കല്ല് പ്രതിമകളോ ഒന്നുമല്ല. അവിടെ കൊണ്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ദൈവം ശപിക്കുകയുള്ളൂ നിങ്ങളെ. അങ്ങനെ അന്ധത ബാധിച്ചവരാണ് കൺമുന്നിലുള്ള ദൈവങ്ങളെ കാണാത്തവർ. അവർ തീർച്ചയായും അന്ധർ തന്നെയാണ് എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഈ കൺമുന്നിൽ കാണുന്ന ദൈവങ്ങളെ സഹായിക്കാത്ത അന്ധന്മാർ തള്ളുന്ന നോട്ടുകെട്ടുകൾ അത് പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ അന്ധതയുടെ കാര്യം തന്നെയാണ്. അന്ധത ബാധിക്കാത്ത ഒരു വ്യക്തി ഒരു വിഷു കൈനീട്ടം കൊടുത്തത് ആരാണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറയാം. MA യൂസഫ് അലിയാണ് കൊടുത്തത്. പല പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. ലുലു ഗ്രൂപ്പ് ചെയർമാനായ MA യൂസഫ് അലി, അദ്ദേഹം ഇംഗ്ലണ്ടിലായിരുന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ പല രാജ്യങ്ങളിലും കറങ്ങി നടക്കുന്ന പല ലുലുവിന്റെ ആ ബിസിനസ് സ്ഥാപനങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങളിലും പോകാറുണ്ട്. സ്വന്തമായിട്ട് ഫ്ലൈറ്റൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തിന്റെ യാത്രക്കിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം കേൾക്കാനിടയായത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയെങ്കിൽ അവിടെ ഒരു വീട് വരട്ടെ. വീട് വന്നു. അവരൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഒരു വീട് വരട്ടെ എന്ന് പറഞ്ഞാൽ വരും അവിടെ. കാരണം അത് ചെയ്യാനുള്ള മനസ്സുണ്ട്, അതിനുള്ള സാമ്പത്തിക ശേഷി ദൈവം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അത് കാണാനുള്ള മനസ്സ് മാത്രം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നാൽ മാത്രം മതി. ഇനിയും ഉണ്ടാവട്ടെ.
ധാരാളം പേരെ അദ്ദേഹം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇനിയും ചെയ്യട്ടെ. അപ്പോൾ ഈ വീട് കിട്ടിയത് ആർക്കാണെന്ന് അറിയാമോ? തൃശ്ശൂരിലുള്ള ഒരു അമ്മയ്ക്കും മകൾക്കുമാണ്. തൃശ്ശൂരാണ് താമസം. അദ്ദേഹത്തിന്റെ ഒരു നോട്ടം അവിടെ എത്തി തൃശ്ശൂരേക്ക്. അതിന് കടാക്ഷം എന്നൊക്കെയാണ് പറയുന്നത്, ദൈവകടാക്ഷം പോലെ കടാക്ഷം എന്നൊക്കെയാണ് പറയുന്നത്. തൃശ്ശൂര് വരേണ്യം സ്വദേശിയായ ഒരു അമ്മയും മകളും. അമ്മ കണ്ണ് കാണാൻ വയ്യാത്തൊരു സ്ത്രീയാണ്. ഒരു ചെറിയ മകളുമുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന. ജന്മനാ കണ്ണ് കാണാൻ വയ്യാത്തതാണോ എന്തോ അറിയില്ല. എന്തെങ്കിലും അസുഖം വന്നിട്ട് കണ്ണ് കാണാൻ വയ്യാതെ ആയതായിരിക്കാം. അവർ ജോലി ചെയ്യുന്നത് ഒരു ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയാണ് അവരുടെ ജോലി. വൈകുന്നേരങ്ങളിൽ വന്ന് ഒരു മാർക്കറ്റിൽ വന്ന് ഇരുന്ന് ലോട്ടറി വിൽപ്പന നടത്തും. അതിലൂടെ കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് വീട് കഴിഞ്ഞു പോകുന്നത്. രാവിലെ മകൾ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് അമ്മയെ കൊണ്ടുവന്ന് അവിടെ ആക്കും, മാർക്കറ്റിലാക്കും, വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. എന്നിട്ട് മകൾ പഠിക്കാൻ പോകും. തിരികെ വന്ന് അമ്മയെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകും. അതുവരെ അമ്മ അവിടെ ഇരുന്ന് കച്ചവടം നടത്തും. ലോട്ടറി കച്ചവടമാണ് ചെയ്യുന്നത്. പലരും സഹായിക്കും എന്ന് പറഞ്ഞാൽ ഒരു സഹതാപം കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ലോട്ടറി വാങ്ങും. അത് അടിക്കുമോ അടിക്കില്ലേ എന്നുള്ളത് പിന്നത്തെ കാര്യം. അത് ഭാഗ്യമുള്ളവർക്ക് കിട്ടും, എല്ലാത്തവർക്ക് കിട്ടില്ല. അത് പിന്നീട്. അങ്ങനെയുള്ള വരുമാനത്തിൽ നിന്നാണ് അവർ ഈ മകളെയും പഠിപ്പിച്ച് അവരുടെ നിത്യവൃത്തിയും കഴിഞ്ഞു പോകുന്നത്. ഒരു ലോട്ടറി വിറ്റാൽ എത്ര രൂപ കിട്ടുമെന്ന് നമുക്കറിയാൻ കഴിയും. ഒരു ലോട്ടറി കച്ചവടക്കാരന് ആരും ഇതുവരെ ലോട്ടറി കച്ചവടം ചെയ്ത് മക്കളെ കല്യാണം കഴിച്ചു വിട്ടിട്ടില്ല. എന്തായാലും ഈ അമ്മയ്ക്കും മകൾക്കും ഇതാണ് ബിസിനസ്. കണ്ണു കാണാൻ വയ്യാത്ത അമ്മയാണ്. അവർ കുറച്ചു കാലം മുമ്പ് ഒരു കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു താൽക്കാലികമായി. ആ ജോലിയും ചെയ്തിട്ട് തിരികെ വന്നാണ് ഈ ലോട്ടറി വിൽപ്പനയും നടത്തുന്നത്. അങ്ങനെയൊക്കെയുള്ള ചെറിയ വരുമാനം കൊണ്ട് അവർ ഒരു വീട് വാങ്ങിയിരുന്നു. ആ വീട് പഴയ വീടാണ് വാങ്ങിയത്. അപ്പൊ അവർക്ക് ആ വീടിനുള്ളിൽ താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. മഴയും വെയിലും ഒക്കെ ഏറ്റ് ആ വീട് ഇടിഞ്ഞു വീഴുന്ന ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷനിൽ അവർക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല. അവിടെയുള്ള പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ ഇതൊന്നും അവരെ കണ്ടതായിട്ട് നടിച്ചില്ല. അവരുടെ ജീവിതം അങ്ങനെ അവിടെ മരണത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ, നമുക്കറിയാം ഇപ്പോൾ പല ബാങ്കുകളും പലരെയും റോഡിൽ ഇറക്കി വിട്ടിട്ടുണ്ട് തെരുവിലേക്ക്. ലോണൊക്കെ എടുത്ത് ബാങ്കിൽ കൊണ്ട് ഉണ്ടായിരുന്ന വസ്തുവും വീടും ഒക്കെ പണയം വെച്ച് ലോണൊക്കെ എടുത്ത് മക്കളെ കല്യാണം കഴിച്ച് വിടുവോ, അല്ലെങ്കിൽ മകനെ ഗൾഫിൽ വിടുവോ, അല്ലെങ്കിൽ മക്കളെ ഗൾഫിൽ വിടുവാനൊക്കെ ആയിട്ട് ലോണൊക്കെ എടുത്ത് കൊണ്ടുവച്ചിട്ട് അവസാനം അത് തിരിച്ചടയ്ക്കാൻ വയ്യാതെ മക്കളൊക്കെ കളഞ്ഞിട്ട് പോയി അവസാനം അമ്മയും അപ്പനും തെരുവിലേക്ക് ഇറങ്ങേണ്ട ധാരാളം കഥകൾ വന്നിട്ടുണ്ട്. പലരെയും ഇതുപോലുള്ള ആളുകൾ പലരും സഹായിച്ചിട്ടുമുണ്ട്. അതുപോലെ ഇവർക്കും ആ വീട്ടിൽ താമസിക്കാൻ വയ്യാത്ത ഒരു സ്ഥിതി വിശേഷം ഉണ്ടായി. വീട് ഇടിഞ്ഞു വീഴുന്നൊരു കണ്ടീഷൻ ആയപ്പോൾ അവരൊരു വാടക വീട്ടിലേക്ക് മാറി. വാടക കൊടുക്കണം. ഈ വാടകയും കൊടുത്ത് മകളെയും പഠിപ്പിച്ച് നിത്യവൃത്തിക്കുള്ള തുക ഈ ലോട്ടറി വിൽപ്പനയിലൂടെ കണ്ടെത്തുകയും വേണം. ഇതിനിടയിൽ പലരും അവരെ സഹായിക്കുകയും ചെയ്ത് ഇതുപോലെ അറിഞ്ഞു കേട്ട് വരുന്ന പല സംഘടനകളും പല വ്യക്തികളും ഒക്കെ എന്തെങ്കിലുമൊക്കെ സഹായിക്കും. അത് 100, 200, 1000 അല്ലെങ്കിൽ ഒരു 10,000 രൂപ കിട്ടിയാൽ അവർക്ക് നിത്യവൃത്തിക്ക് മാത്രമേ അത് കഴിയുള്ളൂ. അല്ലാതെ ഒരു വീടോ അല്ലെങ്കിൽ ഇതൊന്നും ആരും കൊടുത്തില്ല. അതിനുള്ള തുക അവർക്ക് കിട്ടിയിരുന്നുമില്ല. ആരെങ്കിലുമൊക്കെ സഹായിക്കും. ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരമായിരിക്കാം. ഈ കുട്ടി പഠിക്കാനും പോകുന്നുണ്ട്, പെൺകുട്ടിയാണ്. ഈ കഥ യൂസഫ് അലിയോട് ആരോ പറഞ്ഞു. എന്നാൽ അവിടെ ഒരു വീടാവട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ വീടുണ്ടായി. ഈ വിഷുദിനത്തിൽ അതിന്റെ താക്കോൽ അവർക്ക് കൈമാറുകയും ചെയ്തു. അവർക്ക് കിട്ടിയ ഒരു വിഷു കൈനീട്ടമായിട്ടാണ് കണ്ടത്. നമുക്കും അങ്ങനെ കണ്ടാൽ മതി. ഈ MS യൂസഫ് അലി അതിന് വലിയ പ്രചാരമൊന്നും കൊടുത്തിരുന്നില്ല. നമ്മളെ പോലുള്ള ചില യൂട്യൂബ് ചാനലുകാരൊക്കെയാണ്, യൂട്യൂബിൽ പറയുന്നവരൊക്കെയാണ് അതിനൊരു പ്രചാരം കൊടുത്തത്. അവർ അറിയുകയുണ്ടായി.
അങ്ങനെ അതിനൊരു പ്രചാരം കൊടുത്തു. യൂസഫ് അലി സാറ് ദൈവമാണെന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. അദ്ദേഹം ചെയ്ത ഒരു നല്ല കാര്യം നല്ലതെന്ന് തന്നെ പറയണം. പുള്ളിക്കാരൻ കൊണ്ടുപോയി ദൈവത്തിന്റെ മുമ്പിൽ ഒരു 50,000 രൂപ ആരി കൊടുക്കുകയോ 5 ലക്ഷം രൂപ ആരി കൊടുക്കുകയോ ചെയ്തില്ലല്ലോ. അദ്ദേഹം ചെയ്തത് തന്നെയാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തി. അങ്ങനെ ആ ദുരന്ത കഥ അറിഞ്ഞുകൊണ്ടാണ് എം.എ. യൂസഫ് അലി ഇങ്ങനെ ഒരു സഹായം ചെയ്തത്. ഈ അമ്മയ്ക്ക് അന്ധത മാത്രമല്ല, അവരുടെ കൈയുടെ ഒരു സൈഡ് തളർന്നു പോയിട്ടുണ്ട്, സ്വാധീനശേഷി കുറവാണ്. മകള് പഠിക്കണുണ്ട്. മകൾ രാവിലെ അവിടെ കൊണ്ടുവന്നാക്കും, എന്നിട്ട് പോകും. ഈ ശക്തൻ തമ്പുരാൻ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിന്റെ സൈഡിൽ അവിടെ ഇരുന്നാണ് ഇവര് ബിസിനസ് ചെയ്യുന്നത്, കച്ചവടം ചെയ്യുന്നത്, ലോട്ടറി. അങ്ങനെ ആ ലോട്ടറി കച്ചവടം ചെയ്തു കഴിയുമ്പോൾ മകൾ പഠിത്തം കഴിഞ്ഞ് വരും. പഠിത്തം കഴിഞ്ഞ് വന്നിട്ട് അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. മകൾ പ്രായപൂർത്തിയായി വന്നാലും ഇനി ആ ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റില്ലാത്ത ഒരു സ്ഥിതിയായതുകൊണ്ടാണ് അവർ വാടക വീട്ടിലേക്ക് മാറിയത്. വാടക കൊടുക്കാനും അവരുടെ കയ്യിൽ നിവൃത്തിയില്ല. ഇറക്കി വിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാതിരുന്നത് നന്നായി. ആ അവസരത്തിലാണ് ഇദ്ദേഹത്തിന് ആരോ പറഞ്ഞ് ഈ കഥ പറഞ്ഞ് അറിയുന്നത്. ജയ്സമ്മ എന്നതാണ് ഈ അമ്മയുടെ പേര്. മകളുടെ പേര് നീരജ എന്നാണ്. രാവിലെ എന്തായാലും സ്കൂളിൽ പോകുന്ന കുട്ടി അവരുടെ കയ്യിൽ അന്ധയായ അമ്മയും കൊണ്ട് മാർക്കറ്റിലേക്ക് വരുന്ന അവിടെ കൊണ്ടിരുത്തുന്ന ആ ഒരു മാനസിക വിഷമം നമുക്ക് മനസ്സിലാകാവുന്നതാണ്. എന്തായാലും അവരെ പലരും സഹായിച്ചു എന്ന് പറയുമ്പോൾ ഒരു ടിക്കറ്റ് വാങ്ങും, അതൊരു സഹായം തന്നെയാണല്ലോ. അവരുടെ കയ്യിൽ നിന്ന് മാത്രം ടിക്കറ്റ് വാങ്ങുന്ന മാർക്കറ്റിലുള്ള ആളുകളും ഉണ്ട്. അതൊക്കെ ഒരു സഹായമാണ് അവർക്ക്. ഈ ജയ്സമ്മയ്ക്ക്, അതായത് അമ്മ ജയ്സമ്മയ്ക്ക് 3-ാം വയസ്സിൽ പോളിയോ വന്നപ്പോഴാണ് കണ്ണിന് അന്ധത ബാധിച്ചത് എന്ന് അറിയുന്നുണ്ട്. ഏതായാലും ഭിന്നശേഷി കുട്ടികളെ കുറച്ചു കാലം താൽക്കാലികമായി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ജോലി ഉണ്ടായിരുന്നു. ഈ ജയ്സമ്മ വിവാഹം കഴിച്ചതാണ്. 2 കുട്ടികളുമുണ്ട്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അതിൽ ആൺകുട്ടിയെയും കൊണ്ട് ഭർത്താവ് പോയി. പെൺകുട്ടിയെ അമ്മയെ ഏൽപ്പിച്ചു. ആ പെൺകുട്ടിയാണ് ഇപ്പോൾ കൂടെയുള്ളത്. ഇങ്ങനെയും ആണുങ്ങളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. അന്ധയായ സ്ത്രീയെ 2 മക്കൾ ആയതിനു ശേഷം ആൺകുട്ടിയെയും കൊണ്ട് സ്ഥലം വിടുക, പിന്നീട് അവരെ നോക്കാതിരിക്കുക. പെൺകുട്ടിയെയും കൊണ്ട് അമ്മ കഷ്ടപ്പെട്ടു, അന്ധയായ അമ്മ. അങ്ങനെ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു താൽക്കാലിക ജോലി ഉണ്ടായിരുന്നു. ആ ജോലിയിൽ നിന്നൊക്കെയാണ് വരുമാനം കണ്ടെത്തി അവർ ഒരു വീടൊക്കെ വാങ്ങിയത്. അത് നശിച്ചു പോവുകയും ചെയ്തു. ഏതായാലും ഇതുപോലെയുള്ള സ്വമനസ്സുകളുടെ സഹായത്താൽ അവർക്ക് വിഷുപ്പുലരിയിൽ ഒരു വിഷു കൈനീട്ടം കിട്ടി. ആ വിഷു കൈനീട്ടം അവർക്ക് ജീവിതാവസാനം വരെ അവർക്കുണ്ടാകട്ടെ. ഇനി ഈ പെൺകുട്ടി പഠിച്ചു വളർന്ന് മിടുക്കിയായി സമൂഹത്തിന് ഒരു ജോലി നേടി, അല്ലെങ്കിൽ സർക്കാർ സർവീസിൽ കയറി സമൂഹത്തിന് മാതൃകയാകത്തക്ക രീതിയിൽ ഒരു ജീവിതം അവർക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും യൂസഫ് അലി സാറിന്റെ മാത്രം ഒരു കഴിവായിരിക്കില്ല ഇത്. അദ്ദേഹത്തിന് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ കൊടുത്തത് ദൈവം തന്നെയായിരിക്കും. ഇതുപോലുള്ള ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളെ കൺമുൻപിൽ കാണുന്നത് കൊണ്ടാവാം പലരും കണ്ടില്ല എന്ന് നടിക്കുന്നവർ അവരാണ് അന്ധന്മാർ. ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി അതുപോലെ ആരും അന്ധരാകാതെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മുന്നിലുള്ള ദൈവങ്ങളെ കണ്ടെത്തി അവർക്ക് എന്താണ് വേണ്ടത് അത് ചെയ്യുക. അല്ലാതെ ദൈവങ്ങൾക്ക്
പാല് കൊണ്ടൊഴിക്കുകയോ തേൻ കൊണ്ടൊഴിക്കുകയോ ഇപ്പൊ ലിംഗത്തിൽ പാലൊഴിക്കുകയോ അല്ലെങ്കിൽ തേനൊഴിക്കുകയോ ഒക്കെ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഒഴിക്കുന്ന പാൽ ഒഴുകി പോവുകയുള്ളൂ. അത്രയും പണം നഷ്ടം. ആ പണം കൊണ്ട് ആ പാല് തരുന്ന പശുവിനൊരു കെട്ട് പുല്ല് വാങ്ങി ഇട്ട് കൊടുത്താൽ അത് തിന്നും സംതൃപ്തിയോടെ. ഇതുപോലുള്ള അന്ധമായ വിശ്വാസങ്ങളിൽ പണം ചെലവാക്കാതെ ഇതുപോലുള്ള സൽപ്രവൃത്തികൾ ചെയ്യുക, മനുഷ്യരാവുക. ഒന്നും കണ്ടില്ലെന്ന് നടിക്കാത്തവർ അന്ധന്മാർ തന്നെയാണ്. കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു പോകുന്നത് കൊണ്ട് സമൂഹത്തിൽ നിന്ന് തൽക്കാലം ഒഴിഞ്ഞു മാറാൻ പറ്റും. അത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. എന്തായാലും ഇതുപോലുള്ള സുമനസ്സുകൾക്ക് ഇനിയും മനുഷ്യരെ കണ്ടെത്തി, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളെ കണ്ടെത്തി അവരുടെ മുമ്പിൽ സഹായം ചെയ്യാൻ ഇനിയും അവർക്ക് അവസരമുണ്ടാകട്ടെ. അതിനുള്ള സാമ്പത്തിക ശേഷിയും ശാരീരിക ശേഷിയും അവരുടെ കർമ്മത്തിൽ നിന്നും അവർക്ക് കിട്ടട്ടെ. അങ്ങനെ നമുക്ക് ആശംസിക്കാം. അപ്പൊ നമസ്കാരം.